എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന, ഇതെൻ്റെ മോൾ അനുപ്രിയ. ഞാൻ കുറവിലങ്ങാടെന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരി 18 ആയിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ ഒരു വീട് പണിതിരുന്നു. പകുതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ വന്ന് ഞങ്ങൾ ലോണൊക്കെ എടുത്താണ് ഒരു വീട് പണിത്. അപ്പോൾ പകുതി ആയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നു. എൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോ ഇല്ലാതെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ബാക്കി കൂടെ ലോൺ എടുത്ത് ബാക്കിയുടെ വീട് പണി കംപ്ലീറ്റ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേറെ സ്ഥലമുണ്ടായിരുന്നു. അവിടെ വഴിയില്ലാത്തതുകൊണ്ട് അവിടെ നിന്നും സ്ഥലം വിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേരുടെ സ്വന്തക്കാരൊക്കെ വായ്പ എടുത്തൊക്കെയാണ് ബാക്കി പണി പൂർത്തിയാക്കിയത്. അവർക്ക് സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒത്തിരി പേര് വന്ന് വീട് നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് പോകും. പിന്നെ അവരൊന്നും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും, പിന്നെ അവരൊന്നും പറയുന്നില്ല. അത് കഴിയുമ്പോൾ അവസാനം എന്നോടൊരു കൂട്ടുകാരി പറഞ്ഞു, നമുക്കൊരു ധ്യാന കേന്ദ്രത്തിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ പോയി ഞാൻ 6-7 മാസം പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒന്നും എനിക്കൊന്നും ലഭിച്ചില്ല. അത് കഴിഞ്ഞ് കൂട്ടുകാരത്തി എന്നോട് കൃപാസനത്തിലെ കാര്യം പറയുന്നത്. എന്നെ കൂട്ടുകാരി ഇവിടെ കൊണ്ടുവന്നു, ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആദ്യമൊന്നും എനിക്കൊന്നും ലഭിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു 2-3-4-5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് അമ്മ ഒരു ചിട്ടി തരികയും ആ ചിട്ടിയിൽ ആദ്യത്തെ ചിട്ടി ഞങ്ങൾക്ക് 2 ചിട്ടി ആദ്യത്തെ തരികയും വീട് വിൽക്കാനായിരുന്നു ഞാനോട് ഉടമ്പടിയിൽ എഴുതിയിരുന്നത്. പക്ഷേ എനിക്ക് ആദ്യത്തെ ചിട്ടി 2 ചിട്ടി അമ്മ തരികയും എനിക്ക് എൻ്റെ വീടിൻ്റെ ആധാരം എടുത്ത് തരികയും ചെയ്തു. അതായിരുന്നു എനിക്ക് തന്ന ആദ്യത്തെ അമ്മ എന്ന അനുഗ്രഹം. രണ്ടാമത് എൻ്റെ സ്ഥലത്തിന് വഴിയില്ലായിരുന്നു. 70 സെൻറ്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്. 23 വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള സ്ഥലത്തിന് വഴിയില്ലായിരുന്നു. അപ്പോൾ ആ വഴിയുടെ അടുത്തുള്ളവർക്കൊക്കെ അവർക്ക് വേറെ വഴിയുണ്ട്. അവർക്കിപ്പോൾ ഞങ്ങൾക്ക് വഴി തന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർ ആർക്കും വലിയ സമ്മതമില്ലായിരുന്നു. അപ്പോൾ ഞാനത് അമ്മയ്ക്ക് ഇവിടെ നിയോഗമായിട്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് വീടിൻ്റെ ആധാരം എടുത്ത് കിട്ടിയത് സെപ്റ്റംബർ മാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ അടുത്ത് സഹനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് പോയില്ല. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, അമ്മ മാതാവേ, എല്ലാവർക്കും അമ്മ ഡേറ്റൊക്കെ കാണിച്ചു തരുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം ഒരു ഡേറ്റ് കാണിച്ചു തരാത്തതെന്ന് പറഞ്ഞ് അമ്മയോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഞാൻ മുട്ടുമെന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിയുമ്പം എന്നോട് 7-ാം തീയതി എന്നൊരു ഡേറ്റ് പറഞ്ഞു. അപ്പം ഞാൻ കൊച്ചിനോട് പറഞ്ഞു, മോളെ 7-ാം തീയതി എന്ന് പറയുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. പിറ്റേ ആഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു 4-5 എന്ന് പറഞ്ഞ ഡേറ്റ് കർത്താവ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിർത്തിയിട്ട് പറഞ്ഞു 7 എന്നൊരു ഡേറ്റ് കൂടെ കാണിച്ചു തരുന്നുണ്ട്, കർത്താവ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം കൊച്ചിനോട് ഞാൻ പറഞ്ഞു, എടി അന്ന് അമ്മ പറഞ്ഞ ഡേറ്റ് ഇത് തമ്മിൽ സാമീപ്യമാണ്, ഒരു ഇതുണ്ടല്ലോ, ബന്ധമുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എന്താ എന്നൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു, ചിലർക്ക് ഒരു ഡേറ്റൊക്കെ പറഞ്ഞു തന്നാലും ഒരു 5-6 മാസം കഴിഞ്ഞ് അവർക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തത് എന്നെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഞാൻ പിന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു 4 മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, അമ്മയോടും പറഞ്ഞു, ഇങ്ങനെ പോയാൽ എങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം, ഞാനല്ലേ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു, എടി നമുക്ക് വഴി തരാമെന്ന് പറഞ്ഞ് അവിടുത്തെ നമ്മുടെ പറമ്പിൻ്റെ അടുത്തുള്ള ചേട്ടൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു, മാതാവ് ഈശോ ഇടപെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം അത് കഴിഞ്ഞ് പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറമ്പിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും വിളിച്ചു, ഞങ്ങൾ നിങ്ങളുടെ പറമ്പിലുണ്ട്, ആ 2-3 പേര് ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വേഗം വരാൻ പറഞ്ഞു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു 4-5 പേര് ഞങ്ങളുടെ പറമ്പിൽ വന്ന് നിൽക്കണം. അവർക്ക് ആർക്കും വഴിയുടെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. അവരെല്ലാവരും കൂടെ ഞങ്ങളുടെ പറമ്പിൽ നിന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ സ്ഥലത്തിന് നിങ്ങളുടെ സ്ഥലം പോകാത്ത രീതിയിൽ ഒരു 2 സൈഡ് നടുക്കൂടെ വരുമ്പോൾ 2 സൈഡിൽ കൂടെയാണ് ഇത് വരുന്നത്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വഴി വരുന്ന രീതിയിലേക്ക് വഴി വെട്ടിത്തരാം, സജിക്കൊരു 10 സെൻറ്റ് സ്ഥലം ഇവിടുന്ന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വഴി ഞങ്ങൾ വെട്ടിത്തരുകയുള്ളൂ എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാൻ മാതാവിൻ്റെ കാശിടെ മുറുക്കെ പിടിച്ചവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ പൊക്കത്തിൽ നോക്കിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇനി ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വഴി വെട്ടിയേക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി.
വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ വിളിക്കുന്നു, സതി ഇന്ന ദിവസം വന്നേരെ, നമുക്ക് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു ഒന്ന്, നമുക്കിന്ന് വഴി വെട്ടിയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് എല്ലാവരും, ആ പറമ്പിൽ ചുറ്റുമ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ഞങ്ങൾക്ക് ആ വഴി ഒരു കുഴപ്പം കൊണ്ട്, ഒരു തടസ്സം കൊണ്ട് ആ വഴി പെട്ടെന്ന് തന്നെ ഉച്ചയോടുകൂടി ഞങ്ങൾക്ക് ആ വഴി പറമ്പിലൂടെ ആയി. 23 വർഷമായിട്ട് ഇല്ലാതിരുന്ന വഴിയായിരുന്നു, ഒരു ചാൻസും ഇല്ലാതിരുന്നായിരുന്നു. അതാണ് അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യമായിട്ട് എൻ്റെ കൊച്ച് പത്താം ക്ലാസ്സിൽ കയറുന്നിടം വരെ ഒരു പ്രശ്നവും ഒരു അസുഖവും ഇല്ലാത്ത കുട്ടിയായിരുന്നു മോള്. അവൾക്ക് 10ാം ക്ലാസ്സിൽ ജൂണിൽ തുടങ്ങി അസുഖങ്ങൾ തുടങ്ങി. അതായത് കഫക്കെട്ടൽ, അങ്ങനെ പനി, അങ്ങനെ വന്ന് ചെസ്റ്റ് ഇൻഫെക്ഷനായി. അതിന് മരുന്നൊക്കെ മേടിച്ചു. അങ്ങനെ ഒത്തിരി ടെൻഡൻസി ആദ്യമേ പോയി. പിന്നെ അവൾക്ക് സൈനസൈറ്റിസ് വന്നു. അവൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ടൗൺ വരെ എത്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൾക്ക് പനിയാണ്. അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ നോക്കുമ്പോൾ കൊച്ചിനൊരു പ്രശ്നവും ഇല്ല, നീ ചുമ്മാ പറയുന്നതല്ല, അവൾക്കൊരു പ്രശ്നമില്ല. അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയിരിക്കും, കൊച്ചു കട്ടിലേക്ക് കയറി കിടക്കുക. അവൾക്ക് അറ്റൻഡൻസ് കറക്റ്റായിട്ട് സ്കൂളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കും, മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അവൾക്ക് പറ്റുന്നില്ല, അവളെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടാൽ കാണിക്കാൻ പറയും. ഹോസ്പിറ്റലിൽ കൊണ്ടാൽ കാണിക്കും. ഇവൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, കഫത്തിൻ്റെയാണ്, ആവി വലിച്ചോളം. പക്ഷേ ഇവിടേക്ക് പെടലേക്ക് വേദന, പിന്നെ കണ്ണിന് വേദന, അങ്ങനെ ഇവൾക്ക് വേദനയില്ലാത്ത സ്ഥലങ്ങളില്ല. പിന്നെ വലത്ത് കൈ കൊണ്ട് എഴുതി കഴിയുമ്പോഴത്തേക്കും വലത്ത് കൈയും കായും തളർന്നു പോകുമേ. അപ്പോൾ അച്ഛൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവൾക്ക് ഒന്നും കാണാനില്ല. ഇത് ചുമ്മാ ഇവളെ വലിയ ജീവനൊക്കെയാണ്, പക്ഷേ ഇവളിങ്ങനെ ചെറുപ്പത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരും, ഇങ്ങനെ പറയുമ്പോൾ ചുമ്മാതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ആദ്യം ഓർത്തു. പിന്നെ ഞാൻ അമ്മ മാതാവേ, ഞാൻ ഇവളെ ആശുപത്രി കഴിക്കുന്ന നിവൃത്തിയിൽ അച്ഛൻ പറഞ്ഞത് വെറുതെ, ഞാൻ ഇവൾക്ക് തൈലം പുരട്ടി ഒരാഴ്ചയോളം ഞാൻ തലയിലും കഴുത്തിലും അമ്മയുടെ ഈ എണ്ണ തൈലമാണല്ലോ ഏറ്റവും വലിയ മരുന്ന്, ഞാനിത് പുരട്ടാൻ പോകുക, അല്ലാതെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഭർത്താവിന് അനുവാദമില്ല, നിർവാഹമില്ല, ഇവൾക്ക് വേറൊരു കുഴപ്പമില്ലെന്നാണ് ഭർത്താവ് പറയുന്നത്. ഞാനിത് പുരട്ടി ഒരാഴ്ച കഴിയുമ്പോൾ ഇവൾക്ക് എപ്പം മാറി നിർത്തും. ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചു, നിനക്ക് ആ കുഴപ്പമില്ലേ ഇപ്പം ചോദിച്ചു. അന്നേരം പറഞ്ഞു, അമ്മ എനിക്കിപ്പോൾ വേദനയൊന്നുമില്ല, എപ്പം മാറിയെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അതാണ് മൂന്നാമത്തെ സാക്ഷ്യം. പിന്നെ അവൾക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അന്നേരം ഞാൻ അമ്മയോട് ഞാൻ ഒത്തിരി വഴക്കുണ്ടാക്കി കരഞ്ഞ് പറഞ്ഞ്, ഞാൻ ഉടമ്പടി എടുത്തതല്ലേ അമ്മ, എൻ്റെ കുഞ്ഞിനെ പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്ത് ചെയ്യും, എൻ്റെ ഉടമ്പടി അമ്മ അംഗീകരിച്ചിട്ടില്ലേ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഒത്തിരി പ്രാർത്ഥിച്ചു, മുട്ടിമേ നിന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഇവള് പറഞ്ഞു, അമ്മേ ഇവള് ഉറങ്ങാൻ തുടങ്ങി. ഇവിടെ അടുത്തുനിന്ന് ആരേറ്റ് പോലെ ഇവളറിയും. ഇവള് പകുതി ഉറക്കത്തിലായിരുന്നു. അമ്മ എൻ്റെ അടുത്തൊരാൾ വന്നു. ആരാന്ന് പറഞ്ഞു, തലയിലൊരു തുണിയിട്ടൊരു അമ്മയാണ്. അത് വെള്ള ഉടുപ്പ് നീല ഷോളുമാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ തലയിൽ തൊട്ട് തലോടിയെന്ന് പറഞ്ഞു. അന്നേരം ഞാനത് ശരിക്കും അറിഞ്ഞ അമ്മ എന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ തലയിൽ തഴുകി. അപ്പോൾ ഒരു 2 കൊമ്പുള്ള രൂപ എൻ്റെ അടുത്തുനിന്ന് തടസ്സപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ആ കൈ ആ രൂപത്തിന് നേരെ ഇങ്ങനെ നീട്ടി കഴിയുമ്പോൾ അതങ്ങ് അലിഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് ഇവിടെ അടുത്ത് വന്നു എന്ന്. എനിക്ക് പകുതി സമാധാനമായി, അമ്മ ഇവിടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ SLC പരീക്ഷയായപ്പോൾ വീണ്ടും അവൾക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്, എങ്കിലും എനിക്കൊരു ധൈര്യമായി, അമ്മ കൂടെ ഉണ്ടല്ലോ. അമ്മ എനിക്ക് ഇവിടെ ഞാൻ നിയോഗം എഴുതിയിട്ട് പറഞ്ഞു, അമ്മ അവൾക്ക് ആദ്യം ഞാൻ ഫുൾ A+ ആയിരുന്നു എഴുതിയത്, പിന്നെ ഞാനത് വെട്ടി 7 A+ എഴുതി. എൻ്റെ കുഞ്ഞിന് 7 A+ തന്നു. SLC SLCക്ക് 7 A+ തരണേന്ന് പറഞ്ഞ് ഞാൻ എഴുതി. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് അമ്മ മാതാവ് 7 A+ തന്നെ കൊടുത്ത് വിജയിപ്പിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോന് ലൈസൻസ് ലഭിക്കാനായിട്ട് ആദ്യം അവൻ 2 പ്രാവശ്യം പോയി ലൈസൻസിന് പോയിട്ട്, അമ്മ എനിക്ക് പേടി, അവൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, പക്ഷേ 2 പ്രാവശ്യം പോയിട്ട് അവന് പേടിയാണ്. ഇനി 3-ാം പ്രാവശ്യം ഞാൻ ഇനി ലൈസൻസ് എടുക്കാൻ പോടില്ല അമ്മ, എനിക്ക് കിട്ടിയല്ല, ഞാനിത് വേണ്ടെന്ന് പോകും, എനിക്ക് പേടിയല്ല, അവരെ കാണുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ പേടിയാണ്. പക്ഷെ അവൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. ഞാൻ പറഞ്ഞു, നീ പോയിക്കോ, നീ പോയിട്ട് ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ കൃപാസന മാതാവിൻ്റെ കാശിരൂപം നിൻ്റെ കഴുത്തിൽ കുത്തി തന്നു വിടാം, അപ്പം നിനക്ക് ഇപ്രാവശ്യം എന്നാ ലൈസൻസ് കിട്ടും മോനെ, പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ ധൈര്യമായിട്ട് പോയി വണ്ടി ഓടിച്ച് ശകലം പകുതി ഓടിച്ചപ്പോഴത്തേക്കും ഓടിക്കുന്ന ആൾ പറഞ്ഞു, മോനെ ഇനി ഓടിക്കണം, നീ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, നീ നിർത്തിക്കോളാൻ പറഞ്ഞു. അതവന് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിൽ പത്രം കൊടുത്തിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് തിരി കത്തിച്ച് കഴിഞ്ഞപ്പോൾ തിരിക്കകത്ത് രാവിലെ ഭയങ്കര ഒരു പ്രകാശം വന്നപ്പോൾ ഞാനോർത്ത് എൻ്റെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്നോർത്ത് പിന്നെ ഒന്നോട് തൂത്തു നോക്കണം, വലത് സൈഡിലിങ്ങനെ മാതാവ് തെളിഞ്ഞു വന്നിരുന്നു. പിന്നെ മുറ്റം അടിച്ചുകൊണ്ടിരുന്നു. രാവിലെ ഒരു 10 മണിയൊക്കെ മുറ്റം അടിച്ചുകൊണ്ടിരുന്നിച്ച് ഞാൻ ഹസ്ബൻഡ് ചായ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ പെരക്കകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരു സൈക്കിൾ ടയറിൻ്റെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിയാണ് അതിൻ്റെ അകത്ത്
തിരമാലകൾ അടിക്കുകയാണ് നന്നായിട്ട്. പക്ഷേ എനിക്ക് ആദ്യം ഇത് എന്താണെന്ന് വെച്ചപ്പോൾ നിൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്ക് എന്തെങ്കിലും പറ്റിയായിരിക്കും, നീ അകത്തേക്ക് മുഖം കഴുകാൻ ഇല്ല, ഞാൻ എന്നോട് സൂക്ഷിച്ചു കേട്ടു. പക്ഷേ ഇതെന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നന്നായിട്ട് കറങ്ങുന്നുണ്ട്. ഇത് കേട്ട് മോൻ ഇറങ്ങി വന്നപ്പോൾ അതേ മോൻ്റെ ശിരസിൽ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ തിരമാല അടിക്കണം. അയ്യോ, പെട്ടെന്ന് ഞാൻ കണ്ണടിച്ചിരുന്ന പിന്നെയാണ് മനസ്സിലായത് മാതാവ് വന്നതാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെയാണ് എനിക്ക് അപ്പോഴത്തേക്കും പിന്നെ നോക്കിയപ്പോൾ കാണാനില്ല. അന്ന് തന്നെ വീട്ടിലൊരു പ്രാവ് വന്ന്, അന്നാണ് ഞങ്ങൾക്ക് അതിൻ്റെ പിറ്റേ ആഴ്ചയാണ് ഞങ്ങൾക്ക് ചിട്ടി ദൈവം തരികയും അതൊക്കെ ഞങ്ങൾക്ക് അത്ഭുതങ്ങളൊക്കെ വീട്ടിൽ സംഭവിച്ചതും. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പൈസ കൊടുത്തൊക്കെ സഹായിക്കും. എൻ്റെ കയ്യിലുള്ളതുപോലെ ഇല്ലാത്തൊരു വഴി സൈഡ് കാണുന്നവർക്കൊക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കും. പിന്നെ മെഡിക്കൽ കോളേജിൽ, പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇവിടെയൊക്കെ കൊണ്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ പറയാറുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഇപ്പം മോനും മോളും ഒക്കെ ഭയങ്കര വിശ്വാസത്തിലാണ്. അമ്മയുടെ കാശിരൂപമില്ലാതെ അവരൊരു സ്ഥലത്തും ഇറങ്ങിപ്പോകില്ല, എടുക്കാൻ മറന്നു പോയെങ്കിൽ അവർ തിരിച്ചു വരും. അത്രയ്ക്കും വിശ്വാസമാണ്. പ്രാർത്ഥിക്കാതെ ഒരു സ്ഥലത്തും പിള്ളേരും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇറങ്ങാറില്ല. അമ്മയും ഈശോയ്ക്കും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ജീന എന്ന ഈ സഹോദരി എൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് അവരുടെ സമയച്ചുരുക്കത്തിൽ അവരുടെ വലിയ ജീവിതഭാരം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ലഘൂകരിച്ചു കൊടുത്തതിനെ എടുത്തു മാറ്റിയതിനെക്കുറിച്ചാണ്. കടം മൂലം അവരുടെ വീട് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരുടെ ആധാരം നഷ്ടപ്പെടും എന്നുള്ള ഒരു വലിയ സങ്കടാവസ്ഥയിൽ പരിശുദ്ധ അമ്മ തന്നെ 7 എന്ന അക്കം നൽകി വളരെ സന്തോഷത്തോടുകൂടി അവർക്ക് ആധാരം തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും നൽകി. കുറിയടിക്കുവാനും അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പെട്ടെന്ന് ലഭിക്കുവാനുമുള്ള സാധ്യതകൾ അവർക്കുണ്ടായി എന്ന ഈ സാക്ഷ്യത്തിലൂടെ അമ്മ ഏറ്റു പറയുകയാണ്. അതുപോലെ തന്നെ മകളുടെ 10-ാം ക്ലാസ് തുടങ്ങിയത് മുതൽ മകളുടെ അസ്വസ്ഥതകൾ, പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ എന്താണെന്ന് കണ്ടുപിടിക്കാനോ ഡയഗ്നോസ് ചെയ്യാനോ പറ്റാത്ത ഒരവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച് നിറച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും അതുപോലെ തന്നെ പരീക്ഷകൾക്ക് പഠിക്കാൻ സാധ്യത ഇല്ലാതിരുന്നൊരവസ്ഥയിൽ പോലും 7A+ നൽകി മകളെ അനുഗ്രഹിച്ചു എന്ന് ഏറ്റു പറയുന്നു. അതുപോലെ ലൈസൻസ് എടുക്കുമ്പോൾ 2 തവണ തോറ്റുപോയെങ്കിലും 3-ാമത്തെ തവണ ഉടമ്പടി കാശുരൂപം കൈപിടിച്ചുകൊണ്ട് മകൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എക്സാമിനറിന് പോലും അതിശയപ്പെട്ടുകൊണ്ട് മകളോട് മകൾക്ക് ലൈസൻസ് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് സാധ്യതകളാണ് ജീന ഇവിടെ ഏറ്റുപറഞ്ഞത്. നമ്മൾ ഓരോ തവണയും ഉടമ്പടി പുതുക്കുമ്പോഴും ദൈവത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആകാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ പുതുക്കലിലും ഒരു വ്യക്തി നിലവാരത്തിൽ ഉയർന്നോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഈശോയുമായി ഒരു ആന്തരിക ബന്ധമുണ്ടായാൽ ഒരു നല്ല ആശയവിനിമയം നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടമ്പടി ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു അധ്യായമാണ്. ജെസ്സി ഇവിടെ പറയുകയുണ്ടായി, എനിക്ക് ഒരു തിരമാലയുടെ സാമീപ്യം നൽകി പരിശുദ്ധ അമ്മ തന്നെ പല പ്രാവശ്യം അവരുടെ അടുത്ത് വന്ന് അവർക്ക് സാമീപ്യം നൽകി പ്രാവിൻ്റെ രൂപത്തിൽ ഒരു നല്ല അനുഭവം നൽകി അവരെ അനുഗ്രഹിച്ചു. ഓരോ പ്രാവശ്യവും അമ്മ സാമീപ്യം നൽകുമ്പോൾ, ആശയ കൈമാറ്റം നൽകുമ്പോഴെല്ലാം അവരുടെ സാധ്യതകൾ തുറന്നു കിട്ടുകയായിരുന്നു. ഇതാണ് ഉടമ്പടിയിലൂടെ അമ്മ തന്നെയാണ് അവരുടെ ഇടപെടൽ നടത്തുന്നത്. അമ്മയിലൂടെയാണ് ഈശോ ഇത് സാധ്യമാക്കി കൊടുത്തത് എന്നിവർ ഏറ്റുപറയുകയാണ്. നമുക്കറിയാം, 1-ാമത്തെ ഉടമ്പടി വർക്ക് ചെയ്യുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ്. 2-ാമത്തേത് പുതുക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് സാമീപ്യം അനുഭവവേദ്യമാകും. 3-ാമത്തെ പുതുക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നത്. ജീനയ്ക്കും ലഭിച്ചത് അത് തന്നെയാണ്. അവർക്ക് വളരെ പെട്ടെന്ന് ആശയവിനിമയം നടത്തുവാനും അമ്മയുടെ സാമീപ്യം അനുഭവിക്കുവാനും അതുപോലെ തന്നെ അമ്മയോട് അവർക്ക് നോട്ട് ബൈ മെറിറ്റിൽ എന്നാൽ ഈശോയുടെ കൃപയാൽ അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചതിനെക്കുറിച്ചുള്ള ഒരു നല്ല സാക്ഷ്യമാണിത്. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങളും വചനത്തിലുണ്ട്. അങ്ങനെ ഇവർ വചനത്തിലൂടെ ഈശോയെ കൂടുതൽ അനുഭവിക്കുവാനുള്ള കൃപ ലഭിച്ചതിനും ഇവർ നന്ദി പറയുകയാണ്. നമ്മുടെ സമാനമായ വഴിയില്ലാത്ത, വീടില്ലാത്ത സങ്കടങ്ങൾ അവർക്ക് 23 വർഷമായിട്ട് വഴിയുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്നായിരുന്നു സമയ ചുരുക്കത്തിൽ
എല്ലാ സാധ്യതകളും തുറന്നു കിട്ടി അവർക്ക് വീടിന് വഴി നൽകുകയും അവിടെ ടൈൽ വിരിക്കാനും നല്ലൊരു വഴിയായി അവർക്ക് ലഭിച്ചത് എന്ന് ഏറ്റു പറയുന്നു. എത്ര തന്നെ പഴകിയതായാലും എത്ര തന്നെ സാധ്യമല്ല എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം സമയച്ചുരുക്കത്തിൽ നമുക്ക് സാധ്യമാകുന്നത് ഈ സാക്ഷ്യത്തിലൂടെ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ അത്ഭുത സാക്ഷ്യങ്ങളിലും നമുക്ക് കേൾക്കാവുന്നതാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത പ്രതിസന്ധികളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.